ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ അരിത്മെറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനും അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനും ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. There are two methods of representing a real numbers in a computer. അതായത് കമ്പ്യൂട്ടറിൽ നമുക്ക് റിയൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ട് രണ്ട് മെത്തേഡുകളാണുള്ളത്. ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനും അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനും. ഓക്കെ, അപ്പോൾ റിയൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനും ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനും. എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും അതുപോലെ ഡെസിമൽ പോയിന്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് റിയൽ നമ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിയൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനും ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനും. ഓക്കെ, അപ്പോൾ അതിൽ ഫിക്സഡ് പോയിന്റ് ആണ് നമുക്കിന്ന് കവർ ചെയ്യാനുള്ളത്. ഇതിൽ ഇൻറ്റീജർ പാർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ റാഡിക്സ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടായിരിക്കും, ദെൻ ഒരു ഫ്രാക്ഷണൽ പാർട്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് റിയൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻറ്റീജർ പാർട്ട്, ദെൻ ഒരു ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ റാഡിക്സ്, ദെൻ ഒരു ഫ്രാക്ഷണൽ പാർട്ട്. ഓക്കെ, ഇപ്പോൾ ഫിക്സഡ് പോയിന്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. In fixed point notation, there are a fixed number of digits for integer part and for the fractional part. Okay, അപ്പോൾ ഒരു നമ്പറിൽ ഇൻറ്റീജർ പാർട്ട് ഉണ്ടായിരിക്കും, ഡെസിമൽ പോയിന്റ് ഉണ്ടായിരിക്കും, ദെൻ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഇൻറ്റീജർ പാർട്ടിനും അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിനായിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനിൽ ഇൻറ്റീജർ പാർട്ടിനെയും അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദി നമ്പർ ഓഫ് ബിറ്റ്സ് ഡെഡിക്കേറ്റഡ് ടു ദി ഇൻറ്റീജർ ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട് ആർ പ്രീ ഡിഫൈൻഡ് ആൻഡ് റിമൈൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീജർ പാർട്ടിനും അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിനായിട്ട് ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിരിക്കും അവിടെ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ വേരിയിങ് ആണിത്. ഓക്കെ, നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻറ്റീജർ പാർട്ടിലും ഫ്രാക്ഷണൽ പാർട്ടിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എന്തായിരിക്കും? വേരിയിങ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്, സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സിനായിട്ട്. ദെൻ അതിൽ കുറച്ച് പ്രോബ്ലംസ് കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ രണ്ട് തരത്തിലുണ്ട്. അൺസൈൻഡ് ഫിക്സഡ് പോയിന്റും അതുപോലെ സൈൻഡ് ഫിക്സഡ് പോയിന്റും. ഓക്കെ, എന്താണ് അൺസൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്? യൂസ്ഡ് ഫോർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആൻഡ് ഹാസ് നോ സൈൻ ബിറ്റ്. ഓക്കെ, അൺസൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നോർമൽ നമ്പേഴ്സിന്, നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത നോർമൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? അൺസൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ സൈൻ ബിറ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അവിടെ എന്തുണ്ടായിരിക്കില്ല? സൈൻ ബിറ്റ് ഉണ്ടായിരിക്കില്ല. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്താണ്? സൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് വെച്ചാൽ ദിസ് റെപ്രസെൻറ്റേഷൻ ഇൻക്ലൂഡ് എ സൈൻ ബിറ്റ് ആൻഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. സൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ ഒരു സൈൻ ബിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് പോസിറ്റീവിനെയും അതിൽ നെഗറ്റീവിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൺസൈൻഡ് എന്ന് വെച്ചാൽ പോസിറ്റീവ് നമ്പറിനെ മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ്. അവിടെ എന്തില്ല? സൈൻ ബിറ്റ് ഇല്ല. പക്ഷേ സൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു സൈൻ ബിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ പോസിറ്റീവ് നമ്പറിനെയും നെഗറ്റീവ് നമ്പേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സൈൻഡ് ഫിക്സഡ് പോയിന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അൺസൈൻഡ് ഫിക്സഡ് പോയിന്റ് എന്ന് വെച്ചാൽ സാധാരണ നോർമൽ നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഇനി നമുക്ക് സൈൻഡ് ഫിക്സഡ് പോയിന്റിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്കാം. ഓക്കെ, സൈൻഡ് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ. Negative integers in binary number system must be encoded using signed numbers representation. ഓക്കെ, അപ്പോൾ ബൈനറി നമ്പേഴ്സിലെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടല്ലോ, നെഗറ്റീവ് നമ്പേഴ്സ്, അതിനെ സൈൻഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് എൻകോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സൈൻഡ് ബൈനറി നമ്പേഴ്സ്, അതായത് പോസിറ്റീവും നെഗറ്റീവും നമ്പേഴ്സ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ വൺ ഓഫ് ദി ത്രീ വേസ്. അതായത് നെഗറ്റീവ് നമ്പേഴ്സിനെ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മെയിനായിട്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ട് മൂന്ന് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് സൈൻഡ് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനിൽ കേട്ടോ. ഓക്കെ, സൈൻഡ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് മൂന്ന് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. ഓക്കെ, ഫസ്റ്റ് വൺ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, സെക്കൻഡ് വൺ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം, ദെൻ അടുത്തത് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം. ഓക്കെ, അങ്ങനെ മൂന്ന് മെത്തേഡുകളാണ് സൈൻഡ് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തേത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എന്താണെന്ന് നോക്കാം.
In sign magnitude form, the number's sign is represented by MSB, that is most significant bit. It is also called leftmost bit. Okay, MSB അല്ലെങ്കിൽ leftmost bit ഉണ്ടല്ലോ, ഫസ്റ്റ് ബിറ്റ്. ഓക്കെ, ഒരു നമ്പറിൻ്റെ ഫസ്റ്റ് ബിറ്റ് മീൻസ് MSB LSB കൺഫ്യൂഷൻ ആവേണ്ട. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ് എന്ത് പറയുന്നത്, MSB എന്ന് പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ് MSB എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് മോസ്റ്റ് 1 ബിറ്റ് ഉണ്ടല്ലോ, അത് സൈന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ നമ്പർ സൈന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഏത് ബിറ്റാണ് യൂസ് ചെയ്യുന്നത്, MSB അഥവാ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സൈൻ ബിറ്റ് എന്ന് വെച്ചാൽ അത് 0 എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനും അതുപോലെ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 0യും നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 1 ആണ് സൈൻ ബിറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത് ടോട്ടൽ 8 ബിറ്റാണ് വരുന്നത്. ഓക്കെ, 8 ബിറ്റാണ് ടോട്ടൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബിറ്റ്, ഓക്കെ, ദാറ്റ് ഈസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റാണ്. ക്ലിയർ ആണല്ലോ. പിന്നെ ബാലൻസ് വരുന്നത് മാഗ്നിറ്റ്യൂഡ് ബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബാലൻസ് വരുന്നത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. വൈൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഷോൺ ബൈ ദി റിമൈനിങ് ബിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ ബിറ്റ് ആയിരിക്കും. 0 എന്നുള്ളത് പോസിറ്റീവ് നമ്പറിനെയും 1 എന്നുള്ളത് നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അത് കഴിച്ച് ബാക്കിയുള്ള ബാലൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ബാലൻസ് ബിറ്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, 8 ബിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ ബിറ്റ് ആയിരിക്കും. ബാലൻസ് ഉള്ള 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളിൽ 45ൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. 45നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 8 ബിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 45നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ 45നെ എങ്ങനെയാണ് ബൈനറിലോട്ട്, മീൻസ് ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് അതിനുള്ള എളുപ്പ വഴി നോക്കിയിരുന്നു. 1 ദെൻ 2 എഴുതുന്നു, 4 എഴുതുന്നു, നെക്സ്റ്റ് 8 എഴുതുന്നു, ദെൻ 16, 32. ഇങ്ങനെ 2ൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇതിൽ ഏതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്താണ് 45 കിട്ടുന്നത് എന്ന് നോക്കുക. ഓക്കെ, 32ഉം പ്ലസ് 16 പിന്നെ എടുക്കാൻ പറ്റില്ല അല്ലേ, 32 എടുത്തു കഴിഞ്ഞാൽ 16 എടുക്കാൻ പറ്റില്ല. 32ഉം 8 എടുത്തു കഴിഞ്ഞാലോ 40 ആവും അല്ലേ. ഇനി ഒരു 5 കൂടി വേണം. അതിനായിട്ട് എന്ത് ചെയ്യുന്നു, 4ഉം 1ഉം ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതായത് 31ന് താഴെ 1, ദെൻ 8ന് താഴെ 1. ഇപ്പോൾ ഈ 40 എത്തിയിട്ടുണ്ട്, 45 ആണ് വേണ്ടത്. ഇപ്പോൾ 4ന് താഴെ 1 എടുക്കുന്നു, 1ന് താഴെ 1. ബാലൻസ് ഉള്ള ബിറ്റുകളെല്ലാം എന്താക്കുന്നു, 0 ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതല്ലേ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ, 101101. ഓക്കെ, 45ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 101101. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറി നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 101101 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. എക്സ്ട്രാ സീറോസ് എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡിലാണ് എക്സ്ട്രാ 0 ആഡ് ചെയ്യേണ്ടത്. ഒരു 0 ആഡ് ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് ഉള്ള ബിറ്റ് MSB എന്ന് പറയുന്നത് എന്താണ്, സൈൻ ബിറ്റാണ്. അത് പോസിറ്റീവ് 45 അല്ലേ, പ്ലസ് 45 ആയതുകൊണ്ട് സൈൻ ബിറ്റ് 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി -45 ആണെങ്കിൽ എന്ത് കൊടുക്കുന്നു, സൈൻ ബിറ്റ് 1 ആയി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. 45നെ 8 ബിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 45നെ സൈൻ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ -45നെ ഓക്കെ 8 ബിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, 45നെ ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബിറ്റുകൾ നോക്കി എത്ര ബിറ്റാണെന്ന്, ദെൻ അതിൽ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ സീറോസ് അതിൻ്റെ മുൻപിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി മൈനസ് ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, 8 ബിറ്റ് ബൈനറി സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ 1 ബിറ്റ്, ആദ്യത്തെ 1 ബിറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ലെഫ്റ്റ് പോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ബാലൻസ് ഉള്ള 7 ബിറ്റിലാണ് ഈ നമ്പർ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ സീറോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപിലായിട്ട് അത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്യേണ്ട. ഇപ്പോൾ ഡെസിമലൊക്കെ വരുന്ന സമയത്താണ്, ഡെസിമലിന് ശേഷമാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, റൈറ്റിൽ സീറോസ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻറ്റീജർ പാർട്ടിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ് സീറോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ.
ഇപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് ഫോമാണ്. അപ്പോൾ എന്താണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബൈ കോംപ്ലിമെൻറ്റിംഗ് ഈച്ച് ബിറ്റ് ഇൻ എ സൈൻഡ് ബൈനറി ഇൻറ്റിജർ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ നമ്പർ ക്യാൻ ബി ഡിറൈവ്ഡ്. അതായത് വൺസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ഒരു ബൈനറി നമ്പർ ഉണ്ടല്ലോ, ആ ബൈനറി നമ്പറിൻ്റെ എല്ലാ ബിറ്റുകളും എന്ത് ചെയ്യുന്നു, കോംപ്ലിമെൻ്റ് എടുക്കുക. ഓക്കെ, ഓരോ ബിറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് എടുക്കുന്നു. കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, 1ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതായത് ഇതാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. 1ൻ്റെ കോംപ്ലിമെൻ്റ്, 1ന് പകരം 0 കൊടുക്കുന്നു, 0 കാണുന്ന ഭാഗത്ത് 1 കൊടുക്കുന്നു. അങ്ങനെ ഒരു ബൈനറി നമ്പറിലെ ബിറ്റുകളെല്ലാം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടും. എ റിസൾട്ട് ഈസ് നെഗറ്റീവ് നമ്പർ വെൻ എ പോസിറ്റീവ് നമ്പർ ഈസ് കോംപ്ലിമെൻറ്റഡ് ബൈ 1. ഓക്കെ, ഒരു പോസിറ്റീവ് നമ്പറിനെ വൺസ് കോംപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, അതിൻ്റെ നെഗറ്റീവ് ഫോമാണ്, നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പറിൻ്റെയാണ് കോംപ്ലിമെൻറ്റ് എടുക്കുന്നതെങ്കിൽ, വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് റിസൾട്ടായിട്ട് എന്തായിരിക്കും, പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 55 ടു ദി ബേസ് 10 ഇൻറ്റിജർ മീൻസ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ബിറ്റ് ആക്കാനായിട്ട് 2 zeros എക്സ്ട്രാ അതിന് മുൻപിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ നെഗറ്റീവ് റെപ്രസെൻറ്റേഷൻ, അതായത് വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിൽ സൈൻഡ് റെപ്രസെൻറ്റേഷൻ -55 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, 55ൻ്റെ ബൈനറി നമ്പർ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബിറ്റുകളെല്ലാം ഇൻ്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബിറ്റുകളുടെ എല്ലാം കോംപ്ലിമെൻ്റ് എടുക്കുന്നു അല്ലേ. അപ്പോൾ 0യ്ക്ക് പകരം 1ഉം 1ന് പകരം 0യും കൊടുത്തപ്പോൾ നമുക്ക് -55 എന്ന നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്, 11001000. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം എന്നാണ് നോക്കാം. ബൈ ആഡിങ് 1 ടു ദി സൈൻഡ് ബൈനറി നമ്പേഴ്സ് വൺസ് കോംപ്ലിമെൻറ്റ് എ ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ടൂസ് കോംപ്ലിമെൻറ്റ്. അതായത് ആദ്യം ഒരു ബൈനറി നമ്പറിന് എന്ത് ചെയ്യുന്നു, വൺസ് കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യുന്നു. വൺസ് കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ ബിറ്റുകളെല്ലാം കോംപ്ലിമെൻറ്റ് എടുത്തതാണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം അതിലെന്ത് ചെയ്യുന്നു, ഒരു 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിലോട്ടൊരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ടൂസ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. അതായത് വൺസ് കോംപ്ലിമെൻറ്റ് +1 ആണ് ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. Therefore, a positive number's 2's complement result in negative number. The complement of negative number by 2 yield a positive number. ഓക്കെ, ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് നമ്പറും, അതുപോലെ നെഗറ്റീവ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്താൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് 2's കോംപ്ലിമെൻ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം നോക്കി, വൺസ് കോംപ്ലിമെൻറ്റ് നോക്കി, 2's കോംപ്ലിമെൻറ്റ് നോക്കി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 55 നേരത്തെ ചെയ്ത അതേ എക്സാമ്പിളാണ്. ടു ദി ബേസ് 10, അതായത് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതുന്നു. ഓക്കെ, അപ്പോൾ അതിനൂടെ എന്ത് ചെയ്യുന്നു, 1 ആഡ് ചെയ്തത് വൺസ് കോംപ്ലിമെൻറ്റ് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം +1 ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ +1 ആഡ് ചെയ്തപ്പോൾ എന്തായി മാറി, 2's കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ 1 ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ 1 ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ആഡ് ചെയ്തപ്പോൾ 0 + 1 എന്ന് പറയുന്നത് എന്തായി മാറി, 1 ആയിട്ട് മാറി. ബാലൻസ് ഉള്ള എല്ലാ ബിറ്റുകളും എന്താണ്, സെയിം അതുപോലെ തന്നെ ആയിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 1 + 1 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 1 + 1 എന്ന് പറഞ്ഞാൽ 0 വിത്ത് ക്യാരി 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 1നോട് +1, 0 + 1 എന്ന് പറഞ്ഞാൽ എന്താ, 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 + 0 എന്ന് പറയുന്നത് എന്താ, 0 ആണ്. പക്ഷെ 1 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 വിത്ത് ക്യാരി 1 എന്നാണ് കേട്ടോ പറയാം. ഓക്കെ, 0 വിത്ത് ക്യാരി 1. അപ്പോൾ ഇതാണ് 2's കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് ആണ് ചെയ്ത് നോക്കാനുള്ളത്. 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് -12. ഓക്കെ, ഇപ്പോൾ -45ൻ്റെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എക്സാമ്പിളിൽ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ, -12ൻ്റെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ അത് സൈൻഡ് ഫോമിൽ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 12 ഉണ്ടല്ലോ, 12ൻ്റെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെയാണ്, 1 2 4 8 എന്ന് എഴുതുന്നു. ഇതിൽ ഏതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് 12 കിട്ടേണ്ടത്, 8ഉം 4ഉം അല്ലേ. 8ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ ബിറ്റുകൾ 1 ആയി സെറ്റ് ചെയ്യുന്നു, ബാലൻസ് 0. അപ്പോൾ 1100 എന്ന് കിട്ടി. ഓക്കെ, 12ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1100.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 8 ബിറ്റിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? സീറോസ്, എക്സ്ട്രാ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അത് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ 3 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ എഴുതാം? -12നെ 8 ബിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് ബിറ്റ് ഉണ്ടല്ലോ, MSB അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. -12 ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ ബിറ്റ് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൈൻ ബിറ്റ് എന്താക്കണം? 1 ആയി സെറ്റ് ചെയ്യണം കേട്ടോ. +12 ആണെങ്കിൽ എന്ത് കൊടുത്താൽ മതി? 0 എന്ന് കൊടുത്താൽ മതി. പക്ഷെ മൈനസ് ആയതുകൊണ്ടാണ് 1 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് 4 സീറോസ് ആഡ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്താണ്? 1ഉം ബാലൻസ് 0യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ആ നമ്പർ അതുപോലെ എടുത്തെഴുതി. പ്രത്യേകം ശ്രദ്ധിക്കുക, സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറിന് 1ഉം പോസിറ്റീവ് നമ്പറിന് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് സൈൻ ടു വൺസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിനെ അല്ലെങ്കിൽ തന്നിട്ടുള്ള നമ്പർ ബൈനറിയിൽ നമ്മൾ 8 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തല്ലോ. സൈൻ മാഗ്നിറ്റ്യൂഡ് അല്ല അതിന് മുമ്പിലുള്ളത്. ഓക്കെ, അതിലെന്ത് ചെയ്യുന്നു? വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബിറ്റുകളുടെ എല്ലാം കോംപ്ലിമെൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1, ദെൻ 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0, നെക്സ്റ്റ് 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. ഓക്കെ, ബാലൻസ് ഉള്ള കണ്ടോ? 0 0 4 0 ഉണ്ട്. അതിലെന്ത് കൊടുക്കുന്നു? ഈ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയി സെറ്റ് ചെയ്യണം കേട്ടോ. അതിലൊന്നും ചെയ്യേണ്ട. ബാലൻസ് ഉള്ളവിടേക്ക് എന്ത് ചെയ്യുന്നു? 1 ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ആഡ് ചെയ്തല്ല, അത് ഇൻ്റർചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതാണ് സൈൻ ടു വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സൈൻ ടു വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ MSB അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് അവിടെ സെറ്റ് ചെയ്യണം. ബാലൻസ് ഉള്ളതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്താൽ മതി. ഓക്കെ, അടുത്തത് സൈൻ ടു ടൂസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് 1 ആഡ് ചെയ്ത് നോക്കാം. 1 ആഡ് ചെയ്യുന്നു. 1 + 1 0 ആണ് വിത്ത് ക്യാരി 1. അത് നെക്സ്റ്റ് നമ്പറിലൂടെ ആഡ് ചെയ്യുന്നു. 1 + 1 അഗെയിൻ 0 ആണ് വിത്ത് ക്യാരി 1 ആണ്. അപ്പോൾ 1 + 0 എന്ന് വെച്ചാൽ 1 വരും. പിന്നെ ബാലൻസ് ഉള്ള അവിടെ ഒന്നും ചേഞ്ച് ഇല്ല. 0 1 1 1 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. ഇതാണ് സൈൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 8 ബിറ്റ് -12നെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. സൈൻ മാഗ്നിറ്റ്യൂഡ്, സൈൻഡ് വൺസ് കോംപ്ലിമെൻറ്റ്, അതുപോലെ സൈൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് അടുത്ത് നോക്കൂ. അസ്യൂം എ കമ്പ്യൂട്ടർ ഇൻ വിച്ച് എ നമ്പർ ഈസ് സ്റ്റോർഡ് യൂസിങ് ഫിക്സഡ് പോയിന്റ് നൊട്ടേഷൻ. 16 ബിറ്റ് ഫിക്സഡ് പോയിന്റ് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. വിച്ച് റിസർവ് 7 ബിറ്റ് ഫോർ ദി ഇൻറ്റിജർ പാർട്ട്, which reserve 7 bit for the integer part and 9 bit for the fractional part. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ 8 ബിറ്റ് എന്ന് പറഞ്ഞ് എടുത്താൽ മതി. 16 ബിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ഇൻറ്റിജർ പാർട്ടിനും അതുപോലെ 8 ബിറ്റ് ഫ്രാക്ഷണൽ പാർട്ടിലും എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 7 ബിറ്റാണ് ഏതിന്? ഇൻറ്റിജർ പാർട്ടിനും അതുപോലെ 9 ബിറ്റ് ഫ്രാക്ഷണൽ പാർട്ടെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 43.625നെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 7 ബിറ്റ് ഇൻറ്റിജർ പാർട്ടിലും വേണം, അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിലും 9 ബിറ്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈൻഡ് അല്ല അൺസൈൻഡ് ആണ്, പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം നമുക്ക് 43നെയും അതുപോലെ 0.625നെയും ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ആദ്യം 43നെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കൂ. നേരത്തെ ചെയ്ത പോലെ 1 2 4 8 16 32. ഓക്കെ, അപ്പോൾ ഇതിൽ 43 കിട്ടണമെങ്കിൽ ഏതൊക്കെ ബിറ്റ് 1 ആയി സെറ്റ് ചെയ്യണം നോക്കൂ. 32ഉം 8ഉം എടുത്താൽ 40 ആയി. പിന്നെ ഇത് വേണം, ഒരു 3 കൂടി വേണം അല്ലേ? അപ്പോൾ 2ഉം 1ഉം. അങ്ങനെ നമുക്ക് 10 10 11 എന്ന് കിട്ടി. 43ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 10 10 11. ഇതാണ് 43ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ഇൻറ്റിജർ പാർട്ടിൽ 7 ബിറ്റ് വേണം. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര ബിറ്റായി? 3 + 3 6 ബിറ്റ് ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 7 ബിറ്റ് വേണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ ആയിട്ട് 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ 0 1 0 1 0 1 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരുത്തുക. ദെൻ അടുത്തത് 0.625 ആണ്. അതിന് ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാം.
ഓക്കെ. അപ്പോൾ അതിന് ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.625 ഇൻറ്റു 2 ചെയ്യുന്നു. 0.625 ഇൻറ്റു 2 ചെയ്തപ്പോൾ 1.250 ആണ്. അപ്പോൾ അതിൽ പോയിന്റിന് മുൻപിലുള്ള ബിറ്റാണ് എടുക്കേണ്ടത്. പോയിന്റിന് മുൻപിൽ 1 ആണ്, 1 എടുക്കുന്നു. ബാലൻസ് ഉള്ള ബിറ്റ് ഉണ്ടല്ലോ 0.250, അതിന് നെക്സ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.50 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പോയിന്റിന് മുൻപിൽ ബിറ്റ് 0 ആയതുകൊണ്ട് 0 എടുക്കുന്നു. ദെൻ 0.5നെയാണ് നെക്സ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 1.00 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ പോയിന്റിന് മുൻപിലുള്ള ബിറ്റ് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് 1 ആണ് നമുക്ക് എടുക്കേണ്ടത്. നെക്സ്റ്റ് 0 അല്ലേ, അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെ വരുള്ളൂ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് ബിറ്റ് എടുക്കേണ്ടത്. 101 എന്ന് കിട്ടും. ഓക്കെ, 101 അല്ലെങ്കിൽ 1010 എന്നാണ് കിട്ടുന്നത്. ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 1010. ഓക്കെ. അപ്പോൾ 0.1010 എന്ന് കിട്ടും ബൈനറി റെപ്രസെൻറ്റേഷൻ. അവിടെ 9 ബിറ്റാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ അഡീഷണൽ സീറോസ് എങ്ങോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? റൈറ്റ് സൈഡിലാട്ടാണ് കേട്ടോ. ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണ് അഡീഷണൽ ആയിട്ട് 0 ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നമ്പർ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരുത്തുക. ഓക്കെ, 43ൻ്റെ ബൈനറി കൺവേർട്ട് ചെയ്തത് ഇവിടെ തെറ്റാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 43.625ൻ്റെ 16 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. അതിൽ 7 ബിറ്റ് ഇൻറ്റിജർ പാർട്ടിലും അതിൽ 9 ബിറ്റ് ഫ്രാക്ഷണൽ പാർട്ടിലും. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെൻറ്റ് -7.5. ഓക്കെ, -7.5നെ 8 ബിറ്റ് 2's കോംപ്ലിമെൻറ്റ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. വിത്ത് 4 ബിറ്റ് ഇൻറ്റിജർ ആൻഡ് 4 ബിറ്റ് ഫ്രാക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 4 ബിറ്റ് ഇൻറ്റിജർ പാർട്ടിലും അതിൽ 4 ബിറ്റ് ഫ്രാക്ഷണൽ പാർട്ടിലും. -7.5 ആണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 7.5നെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. 7നെ കൺവേർട്ട് ചെയ്യുക, ദെൻ 0.5നെ. അപ്പോൾ ആദ്യം 7നെ കൺവേർട്ട് ചെയ്യുന്നു. 4 to 1 എന്ന് എഴുതുന്നു. എല്ലാ ബിറ്റും 1 ആണെങ്കിൽ എന്തായിരിക്കും? 7 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 7ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് വെച്ചാൽ 111 ആണ്. ദെൻ 0.5നെ നോക്കുന്നു. 0.5 ഇൻറ്റു 2 ചെയ്തപ്പോൾ 1.0 ആണ്. അപ്പോൾ പോയിന്റിന് മുൻപിലുള്ള ബിറ്റ് 1 എടുക്കുന്നു. പോയിന്റിന് ശേഷം 0 ആയതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 എന്നാണ് നമുക്ക് എന്ത് വരുന്നത്? 0.5ന് കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞത് 1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, 111.1 ആണ് വരുന്നത് അല്ലേ. 7.5 എന്ന് വെച്ചാൽ 111.1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇതിൽ 8 ബിറ്റാണ് ടോട്ടൽ വേണ്ടത്. അതിൽ 4 ബിറ്റ് ഇൻറ്റിജർ പാർട്ടും 4 ബിറ്റ് ഫ്രാക്ഷണൽ പാർട്ടും. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് 0 ആഡ് ചെയ്യുന്നു. അതാണ് ഞാൻ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടും ഇൻറ്റിജർ പാർട്ട് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് എക്സ്ട്രാ സീറോസ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ എക്സ്ട്രാ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2's കോംപ്ലിമെൻ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യം 1's കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നു? ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ ഇതിലെ ബിറ്റിന് പകരം ബിറ്റുകളുടെ എല്ലാം കോംപ്ലിമെൻ്റ് എടുക്കുക അല്ലേ. അങ്ങനെ നമുക്ക് 1000.1 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 1's കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്തു. ദെൻ അടുത്തത് 2's കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യണം അല്ലേ. 2's കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയാണ്? 1's കോംപ്ലിമെൻറ്റിനോട് ഒരു 1 ആഡ് ചെയ്തിട്ടുള്ളതാണ് 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 നമുക്ക് ആഡ് ചെയ്യാം. 1 + 1 0 വിത്ത് ക്യാരി 1. അഗെയിൻ 1 + 1 0 വിത്ത് ക്യാരി 1. 1 + 1 0 വിത്ത് ക്യാരി 1. അപ്പോൾ 1 + 0 ആണ്. നെക്സ്റ്റ് 1 വരും. ബാലൻസിൽ നിന്ന് വന്നു 0 0 0 1. അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ 100 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 100 ഇതാണ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. 8 ബിറ്റ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഏതാ നമ്പർ? 7.5ൻ്റെ ആണ് കേട്ടോ. ഓക്കെ, 7.5ൻ്റെ ആണ്. 73.75 അല്ല. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറിയാതെ കയറി വന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടതാണ് -73.75ൻ്റെ 12 ബിറ്റ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളൊന്ന് ചെയ്ത് നോക്കുക. -73.75ൻ്റെ 12 ബിറ്റ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ആദ്യം ഈ 73.75നെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നോക്കൂ, 73 വരണമെങ്കിൽ ഏതൊക്കെ ബിറ്റ് 1 ആക്കി വെക്കണം നോക്കുക. ഇതല്ലെങ്കിൽ 73നെ കണ്ടിന്യൂസ്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ നോക്കുക കേട്ടോ. കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ റിമൈൻഡർ റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് റിമൈൻഡർ മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയാലും മതി. ഓക്കെ, അത് തന്നെയാണ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 73ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 100 1001. ഓക്കെ, ടോട്ടൽ ആഡ് ചെയ്ത് നോക്കുക.
73 വരണമെങ്കിൽ 68ഉം പ്ലസ് 8ഉം അല്ലേ, സോറി 64ഉം പ്ലസ് 8ഉം എത്രയായി? 72 ആയി. ഒരു 1 കൂടി വേണം, അപ്പോൾ 1ന് താഴെയുള്ളത് 1 ആയി സെറ്റ് ചെയ്തു. അങ്ങനെ 73 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100 ആണ് 73ൻ്റെ ബൈനറി. ദെൻ 0.75ൻ്റെ ബൈനറി നോക്കണം. ഇൻറ്റു 2 ചെയ്തു 1.50 കിട്ടി. പോയിന്റിന് മുൻപുള്ള നമ്പർ 1 എടുക്കുന്നു. ദെൻ 50നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 100 ആണ് കിട്ടുന്നത്. അതിലെന്തെടുത്തു? പോയിന്റിന് മുൻപുള്ള 1 എടുത്തു. പിന്നെ 0 ആയതുകൊണ്ട് നെക്സ്റ്റ് ചെയ്യേണ്ട. 11 എന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 0.75ൻ്റെ ബൈനറി എന്നുള്ളത് 11 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 73.75നെ എങ്ങനെ എഴുതാം? 100.1.11 എന്ന് കിട്ടിയിട്ടുണ്ട്. 73.75ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി 12 ബിറ്റ് 2's കോംപ്ലിമെൻറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12 ബിറ്റ് അല്ലേ ടോട്ടൽ വേണ്ടത്. അപ്പോൾ 12 ബിറ്റ് വേണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നു? 2 0 റൈറ്റിലോട്ട് ആഡ് ചെയ്തു. 4 ബിറ്റ് ആവാനായിട്ട് 2 0 റൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നു. പിന്നെ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷനിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 2 ബിറ്റ് റൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് 1 ബിറ്റും ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ എത്രയായി? ഇപ്പോൾ 9 ബിറ്റാണുള്ളത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് 3 zeros ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഗേറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അഡീഷണൽ ആയിട്ട് zeros ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എളുപ്പമാണല്ലോ 1's കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട്. 1's കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന ബിറ്റുകളുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടിയത്, അതിൻ്റെ എല്ലാം കോംപ്ലിമെൻറ്റ് എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് 1 0 1 1 0 1 1 0 എന്ന് കിട്ടിയിട്ടുണ്ട്. 0.0011 കേട്ടോ. 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി 2's കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യുന്നു? 1's കോംപ്ലിമെൻറ്റിനെ +1 ആഡ് ചെയ്യുകയാണ്. 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1. ബാലൻസ് ഒക്കെ അതുപോലെ എഴുതുക. 0.01101101 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനാണ്. ഫിക്സഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനിൽ 3 ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് യൂസ് ചെയ്യുന്നത്. സൈൻ, മാഗ്നിറ്റ്യൂഡ്, പിന്നെ 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ 1's കോംപ്ലിമെൻറ്റ് എടുക്കുന്നു. സൈൻഡ് മാഗ്നിറ്റ്യൂഡിലാണെങ്കിൽ എന്തായിരുന്നു? ഫസ്റ്റ് ബിറ്റ് അല്ലേ, അല്ലെങ്കിൽ ലീസ്റ്റ് MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അവിടെ എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0യും നെഗറ്റീവ് നമ്പറിന് 1ഉം ആയിരിക്കും. ഓക്കെ, പിന്നെ 1's കോംപ്ലിമെൻറ്റ് മെത്തേഡ്, അതിലെന്ത് ചെയ്യുന്നു? ആ നമ്പറിനോട് 1 ആഡ് ചെയ്തതല്ല, അതിൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലേ, ഓരോ ഡിജിറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് ആണ് 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. 1's കോംപ്ലിമെൻറ്റിനൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2's കോംപ്ലിമെൻറ്റും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലംസും ആണ് നമ്മൾ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു.